ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിയ. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും അവരവരുടെ ഗാർഡൻ സുന്ദരമാക്കാനും ഒരു അട്രാക്റ്റീവ് ആക്കാനും പല മാർഗ്ഗങ്ങളും സ്വീകരിക്കാറുണ്ട്. ഒരേ സൈസിലുള്ള പോട്ടുകൾ വാങ്ങും, ഒരേ കളറിലുള്ള പോട്ടുകൾ വാങ്ങും. മിക്കവാറും ആൾക്കാർ നല്ല പെയിൻ്റ് അടിച്ച് പോട്ടുകളൊക്കെ നല്ല മനോഹരമാക്കി നല്ല വൃത്തിയാക്കി വെക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതായിക്കോട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചട്ടികൾ പെയിൻറ്റ് കൊടുത്ത് മനോഹരമാക്കാം. അപ്പോൾ ആദ്യമായിട്ട് പെയിൻറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഒന്നായിട്ട് ശരിക്കും മഴക്കാലം തീർത്തും കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചട്ടി പെയിൻറ്റ് തുടങ്ങിയാൽ മതി. കാരണം പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ചളിയൊക്കെ തെറിച്ച് അതുവരെ എടുത്ത പണി മുഴുവൻ വേസ്റ്റാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ചട്ടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന പായൽ, പൂപ്പൽ, മണ്ണ് എല്ലാം നമ്മൾ ഉരച്ച് കളഞ്ഞ് വൃത്തിയാക്കി അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമായിരിക്കണം രണ്ടാമത് പെയിൻറ്റ് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ കാര്യം. പിന്നത് നമ്മൾ പുതിയൊരു പോട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ചതിന് ശേഷം മാത്രം അതിൽ ചെടി നട്ടാൽ മതി. അല്ലാണ്ട് ചെടി നട്ടതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ പോകണ്ട. അതിന് മുമ്പേ തന്നെ ആ പണി കഴിച്ചേക്കുക. ഇല്ലെങ്കിൽ ചെടി നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നനഞ്ഞാൽ പിന്നെ അത് പെയിൻറ്റ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ചട്ടിയുടെ പെയിൻറ്റിങ് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, ചട്ടിയുടെ പുറത്തുള്ള വൃത്തികേടൊക്കെ വരച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാൻഡ് പേപ്പർ, പിന്നെ ബ്രഷ്, പിന്നെ പെയിൻറ്റ്. ഞാൻ നെരോലാക്കിൻ്റെ എക്സ്റ്റീരിയർ എമൽഷൻ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അത് റെഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള കളർ എടുക്കാം. അതുപോലെ എക്സ്റ്റീരിയറിന് ഉപയോഗിക്കുന്ന ഏത് പെയിൻറ്റ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആയതുകൊണ്ട് വെള്ളം. ഇനി നമുക്ക് ആ ചട്ടി ഒന്ന് ക്ലീനാക്കാം. ഈ ചട്ടി കണ്ടോ, കഴിഞ്ഞ വർഷം മഴക്കാലം കഴിഞ്ഞ ഉടനെ ഞാൻ വൃത്തിയാക്കി പെയിൻറ്റ് ചെയ്ത ചട്ടിയാണ്. അപ്പോൾ ഇത് വീണ്ടും നല്ലോണം വൃത്തികേടായി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഉരച്ച് ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് വൃത്തിയാക്കുക. ഇത് ഞാൻ ക്ലീനിങ് കംപ്ലീറ്റായി. ഇനി ഇതിൻ്റെ പുറത്തിങ്ങനെ പൊടി ഉണ്ടാകും. ആ പൊടിയെല്ലാം ഞാനൊന്ന് ഇങ്ങനെ തുടച്ച് കളയാം. ഇല്ലെങ്കിൽ ശരിക്കും നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷിനാണ് അത് ബ്രഷിൽ മുട്ടി അത് പെയിൻറ്റിലെല്ലാം ആ പൊടി കലരും. അതുകൊണ്ടാണ് ഒന്ന് ക്ലീനാക്കുക വേഗം. ക്ലീനാക്കി കഴിഞ്ഞു. ഇനി നമ്മളിതിനെ കുറച്ചൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. ശരിക്കും പെയിൻറ്റ് ചെയ്യുന്നതിന് തലേ ദിവസം മുതലേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഈർപ്പം ഇങ്ങനെ നിൽക്കും. കഴിയുന്നത് ഈർപ്പം ഒഴിവാക്കി വേണം പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. വേണമെങ്കിൽ ഒന്ന് കുറച്ച് നേരം വെയിലത്ത് തന്നെ വെക്കാം. മണ്ണൊക്കെ ശരിക്കും കളഞ്ഞിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ. അതിനാണ് നമ്മളിങ്ങനെ വരച്ച് കളയുന്നത്. ഈ പോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ഇതിൽ ഇപ്പോഴും നനവ് ബാക്കിയുണ്ട്. നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി നല്ല സർഫേസ് ഇതാണ്. ഇത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ. ഇതിൽ ചെയ്താൽ ഉണങ്ങാൻ സമയം പിടിക്കും. പെയിൻറ്റ് പിടിക്കില്ല എന്നല്ല, പക്ഷേ എന്നാലും ഉണങ്ങാനൊക്കെ കൂടുതൽ സമയം വരും. അത്ര വൃത്തിയായിട്ട് കിട്ടൂല നമുക്ക്. ഇതാണ് നമ്മളെ പെയിൻറ്റ് പാത്രം. ഇനി ഞാനതിലേക്ക് ഈ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൽ കുറച്ച് പെയിൻറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി ഇത് വാട്ടർ ബേസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഇതിൽ ലേശം ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമുക്കിതിനൊന്ന് പെയിൻറ്റ് കൊടുക്കാം. നല്ല റെഡ് കളറാണ്, പക്ഷെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗി ഉണ്ടാവുന്നത്. ഞാൻ പല കളറുകളും പരീക്ഷിച്ച് നോക്കിനി, പക്ഷെ എനിക്കിഷ്ടമായത് ഇതാണ്. ഒരു ചന്തത്തിന് വേണമെങ്കിൽ ഈ വക്കിന് നിങ്ങൾക്ക് വേറെ കളറുകൾ പരീക്ഷിക്കാവുന്നതാണ്. ഒരു കോട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അടുത്ത കോട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ല ഒറ്റക്കോട്ടിലും ഒതുക്കാം ആവുന്നതാണ്. ഇത് ഞാൻ നേരത്തെ ഉരച്ച് വെച്ച ചട്ടിയാണ്, പക്ഷേ ഡ്രൈ ആവാൻ വെച്ചിട്ടും ഇത് ഉണങ്ങിയിട്ടില്ല. കാരണം ഇന്നലെ ഒരു മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലൊന്ന് കൊടുത്തു നോക്കാം നമുക്ക്.
ഇതിപ്പോൾ ഒരു കോട്ട് കൊടുത്തതേ ഇപ്പം തന്നെ ചെടിയുടെ ലുക്ക് തന്നെ മാറിയില്ലേ. ഇനിയിപ്പോൾ ഒരു കോട്ടും കൂടി കൊടുത്താൽ ഇത് കുറച്ചും കൂടി ഡാർക്കാവും. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് എല്ലാ ചട്ടിക്കും പെയിൻറ്റൊക്കെ കൊടുത്ത് നമ്മുടെ ഗാർഡൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറ്റാം. ഇനിയിപ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കോട്ടും കൂടി കൊടുക്കുകയാണ്. രണ്ട് കോട്ട് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചും കൂടി ഡാർക്കായി കഴിഞ്ഞു. ഇനി ഞാൻ മറ്റൊരു പോട്ടും കൂടി കാണിക്കാം. ഇത് കണ്ട, ഇത് ഞാൻ ഒരു ലൈറ്റ് കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇത് ഞാൻ മതിലിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പെയിൻറ്റിൽ ബാക്കി വന്നതാണ്. അത് ഞാൻ കൊടുത്തു. അപ്പോൾ പിന്നെ ലൈറ്റ് കളറാകുമ്പോൾ ഒരു ഭംഗി വന്നില്ല. പിന്നെ ഞാൻ ഇതിനൊരു റെഡ് ബോർഡറും കൂടി കൊടുത്തതാണ്. ഇപ്പോൾ ഈ ചെടികളൊക്കെ സാധാരണ പോട്ടിൽ വെക്കുന്നതിനേക്കാൾ എന്ത് ഭംഗിയാണ് ഈ പെയിൻറ്റഡ് പോട്ടിൽ വെച്ചപ്പോൾ. കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ നമ്മളെ ഗാർഡൻ്റെ ലുക്ക് തന്നെ മാറ്റാം. നമ്മുടെ ചെടികളെയും ലുക്ക് മാറും, ഗാർഡൻ്റെയും ലുക്ക് മാറും. അങ്ങനെ ടോട്ടൽ നമ്മുടെ ഗാർഡൻ നല്ല സുന്ദരമാക്കാം. ഇതെല്ലാം ഞാൻ പുതിയ പോട്ട് വാങ്ങിക്കൊണ്ടുവന്നത് ചെടികൾ നടാൻ വേണ്ടി പെയിൻ്റ് അടിച്ച് റെഡിയാക്കി വെച്ചതാണ്. എല്ലാം മണ്ണിൻ്റെ ചട്ടികൾ തന്നെ. ഇതെവിടെ നോക്കൂ, ഇതെല്ലാം എൻ്റെ 10 മണി ചെടികൾ നല്ല പെയിൻറ്റഡ് പോട്ടിൽ എത്ര ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫ്ലവറിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്ലവറും കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ. ഇതിൽ നല്ല റെഡ് കളർ പോട്ടിൽ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് കണ്ടില്ല, എൻ്റെ ആന്തൂറിയൻ ചെടികളൊക്കെ ഞാൻ നല്ല പെയിൻറ്റ് ചെയ്ത പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ ക്രീം കളർ പെയിൻറ്റും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തതാണ്. ഞാൻ ഈ റെഡ് കളർ പെയിൻറ്റിന് 300 രൂപയാണ് ലിറ്ററിന് കൊടുത്തത്. മറ്റേത് പിന്നെ ബാക്കിയുള്ള അതുപോലെ നമുക്ക് വീടിൻ്റെ പണിയുടെ ബാക്കിയുള്ള പെയിൻറ്റൊക്കെ നമുക്കിതിന് ഉപയോഗിക്കാവുന്നതാണ്. ചിലവും കുറയും. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ 1 ലിറ്റർ പെയിൻറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് പോട്ടിനൊന്നും കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു 100 പോട്ടിനൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കൊരു 2 ലിറ്റർ പെയിൻറ്റൊക്കെ വേണ്ടി വരും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.